നമസ്കാരം. ജെയിംസ് ഫെനിമോ കൂപ്പറിന്റെ വിഖ്യാതമായ ദി ലാസ്റ്റ് ഓഫ് ദി മൊഹീക്കൻസ് എന്ന ക്ലാസിക്കിന്റെ ഈ സിനിമാറ്റിക് വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? 18-ാം നൂറ്റാണ്ടിലെ വടക്കേ അമേരിക്കയിലെ ഇരുണ്ടതും നിബിഡവുമായ കാടുകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ കഥയുടെ പശ്ചാത്തലം ശരിക്കും ആരെയും ത്രസിപ്പിക്കുന്ന ഒന്നാണ്. ആദ്യ അധ്യായത്തിലെ ഈ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വളരെ നാടകീയമാണ് കാര്യങ്ങൾ. ഹഡ്സൺ നദിക്കും അടുത്തുള്ള തടാകങ്ങൾക്കുമിടയിലുള്ള പ്രദേശങ്ങളിൽ നടന്ന ഫ്രഞ്ച് ഇന്ത്യൻ യുദ്ധത്തിന്റെ ഭീകരത ഇത് കൃത്യമായി വരച്ചുകാട്ടുന്നുണ്ട്. ഈ ചരിത്രപരമായ ക്രൂരതയുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലേ? യാതൊരു തെറ്റും ചെയ്യാത്ത സാധാരണ മനുഷ്യർ ഈ അതിക്രൂരമായ പോരാട്ടത്തിലേക്ക് വലിച്ചിടക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? വലിയ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി വ്യക്തികളായ കഥാപാത്രങ്ങളുടെ സൂക്ഷ്മമായ യാത്രകളിലൂടെ നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ കൂപ്പർ നൽകുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ സൂചനയുണ്ട്. ലേക്ക് ജോർജ്, അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ വിളിച്ചിരുന്ന ലേക്ക് ടു സെന്റ് സാക്രമെന്റ് എന്ന തടാകത്തെ അദ്ദേഹം തന്റെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഹൊറിക്കൻ എന്ന് പേര് മാറ്റി വിളിക്കുന്നു. ലേ ഹൊറിക്കൻസ് എന്ന തദ്ദേശീയ ഗോത്രത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പേര് കടമെടുത്തത് തന്നെ. ഭൂപ്രകൃതിയെ കഥയുമായി ഇത്ര മനോഹരമായി ഇഴചേർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോവലിലെ ഗോത്രവർഗ സഖ്യങ്ങളുടെ വളരെ സങ്കീർണമായ വലയം നിങ്ങളൊന്ന് നോക്കൂ. ആർക്കൊക്കെയാണ് പരസ്പരം സഖ്യമുള്ളതെന്നും ആരൊക്കെയാണ് ശത്രുക്കളെന്നും ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഒരു വശത്ത് ലെനി, ലെനാപ്പെ, ഡെലവേറുകൾ, മോഹിക്കനുകൾ എന്നിവർ, മറുവശത്ത് അവരോട് പോരാടാൻ തയ്യാറെടുക്കുന്ന ഹിറോണുകളും ഇറോക്വോയ്സുകളും. ശരിക്കും ഒരു ഗംഭീര യുദ്ധമുഖം. ഇവിടെ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കൂപ്പറിന്റെ രചനകളിൽ 19-ാം നൂറ്റാണ്ടിലെ ചില പ്രത്യേക കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയും. അതായത്, തദ്ദേശീയർക്ക് ഏഷ്യൻ ഉത്ഭവമുണ്ടെന്ന അദ്ദേഹത്തിന്റെ തിയറി, അവരുടെ ഭാഷകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ പ്രധാനമായും ഹോക്കയുടെ ഒരു കുരിശുമില്ലാത്ത മനുഷ്യൻ എന്ന വംശീയ അഭിമാനം. ഇതൊക്കെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ഉപയോഗിച്ച പ്രധാനപ്പെട്ട സാഹിത്യ ഉപകരണങ്ങളാണ്. ഇനി ഒരു രസകരമായ കാര്യം നോക്കാം. ഡേവിഡ് ഗാമറ്റ് എന്ന സംഗീത അധ്യാപകന്റെയും അദ്ദേഹത്തിന്റെ ആ വിചിത്രമായ കുതിരയുടെയും രംഗപ്രവേശം ഒന്നാലോചിച്ചു നോക്കൂ. വലിയ സൈനിക നീക്കങ്ങൾക്കും യുദ്ധസന്നാഹങ്ങൾക്കുമിടയിൽ തികച്ചും വ്യത്യസ്തനായൊരാൾ വന്നെത്തുന്നത് ശരിക്കും ഒരു കൗതുകം തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മുടെ കഥ ശരിക്കും ഗിയർ മാറ്റുകയാണ്. കോറയും ആലസും സുരക്ഷിതമായ ഫോർട്ട് എഡ്വേർഡിൽ നിന്ന് തങ്ങളുടെ യാത്ര തുടങ്ങുന്നു. മേജർ ഡങ്കൻ ഹേവാർഡിനൊപ്പം ദുരൂഹനായ മാഗ്വ എന്ന ഇന്ത്യൻ വഴികാട്ടിയെയാണ് അവർ ആശ്രയിക്കുന്നത്. ഈ ഒരു തീരുമാനമാണ് കഥയെ മാറ്റിമറിക്കുന്നത്. അപ്പോഴാണ് കാട്ടിൽ വെച്ചുള്ള ആ ആകസ്മികമായ കണ്ടുമുട്ടൽ നടക്കുന്നത്. സ്കൗട്ട് ഹോക്കായി, പിന്നെ മോഹിക്കനുകളായ ചിങ്കാച്ച്ഗുക്കും മകൻ അൺകാസും. മാഗ്വ ഈ സഹോദരിമാരെ തെറ്റായ വഴിയിലൂടെയാണ് നയിക്കുന്നതെന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നു. വലിയൊരു അപകടം വരാനിരിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. പിന്നീട് കാര്യങ്ങൾ എങ്ങനെയാണ് അതിവേഗം കൈവിട്ടു പോകുന്നതെന്ന് നോക്കാം. ഗ്ലെൻസ് ഫോളിലെ അപ്രതീക്ഷിത ആക്രമണം, പിന്നെ ഫോർട്ട് വില്യം ഹെൻറിയിലെ ആ ദാരുണമായ കൂട്ടക്കൊല, തുടർന്ന് കാട്ടിലൂടെയുള്ള കഠിനമായ പിന്തുടരൽ. ശരിക്കും നമ്മെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന സംഭവവികാസങ്ങളാണിവ. ഒന്നിനു പുറകെ ഒന്നായി കഥയിങ്ങനെ കുതിക്കുകയാണ്. രക്തം നിറഞ്ഞ ആ കുളത്തെക്കുറിച്ചുള്ള ഈ വാക്കുകൾ ഒന്ന് വായിച്ചു നോക്കൂ. ഫോർട്ട് വില്യം ഹെൻറിയിലെ കൂട്ടക്കൊല എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ഇത് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. മനുഷ്യന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ പ്രകൃതി പോലും നടുങ്ങിപ്പോയെന്ന് വല്ലാതെ സ്പർശിക്കുന്ന രീതിയിലാണ് കൂപ്പർ വിവരിക്കുന്നത്. ഹോക്കയും മോരിക്കനുകളും തങ്ങളുടെ അസാമാന്യമായ പ്രകൃതിജ്ഞാനം ഉപയോഗിച്ച് കാൽപ്പാടുകൾ പിന്തുടരുന്നത് ശരിക്കും രസകരമാണ്. കോറയുടെ കാൽപ്പാടുകളും ഒരു ഫ്രഞ്ച് നർത്തകനെപ്പോലെ നടക്കുന്ന ഡേവിഡ് ഗാമറ്റിന്റെ പ്രത്യേക കാൽപ്പാടുകളും അവർ എളുപ്പത്തിൽ വേർതിരിച്ചറിയുന്നു. മാഗ്വയെയും തടവുകാരെയും അവർ ഹ്യൂറോൺ പ്രദേശത്തേക്ക് വളരെ സമർത്ഥമായാണ് പിന്തുടരുന്നത്. അങ്ങനെ ഡെലവേർ ഗ്രാമത്തിലെ കഥ അതിന്റെ പാരമ്യത്തിലെത്തുന്നു. അൺകാസ് ശത്രുക്കളാൽ പിടിക്കപ്പെടുന്നു. ഒരു പ്രായമായ സ്ത്രീ തീപന്തം ഉപയോഗിച്ച് അവനെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. അപ്പോഴാണ് ആ നിർണായക നിമിഷം. അവന്റെ നെഞ്ചിലെ നീല ആമയുടെ ടാറ്റു അവർ കാണുന്നു. ഒറ്റ നിമിഷം കൊണ്ട് കാര്യങ്ങൾ മാറിമറിയ അൺകാസ് അവരുടെ യഥാർത്ഥ നേതാവായി മാറുന്ന വളരെ ആവേശകരമായ ഒരു രംഗമാണിത്. ഈ സംഭവങ്ങളെല്ലാം കഥയെ ആ അവസാന പോരാട്ടത്തിലേക്ക് നയിക്കുന്നു. ഹോക്കായുടെ ആ കൃത്യമായ അവസാന വെടിയുതിർക്കൽ ക്രൂരനായ മാഗ്വയെ ആഴത്തിലുള്ള കൊക്കയിലേക്ക് വീഴ്ത്തുന്നത് നമ്മൾ കാണുന്നു. വളരെ നാടകീയവും ത്രസിപ്പിക്കുന്നതുമാണ് ഈ ക്ലൈമാക്സ് പോരാട്ടം. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ വിജയത്തിന് അവർ നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു.
മാഗ്വ താഴേക്ക് പതിക്കുന്നതിനു മുമ്പ് തന്നെ കൊറേയെയും അൺകാസിനെയും വധിച്ചു കഴിഞ്ഞിരുന്നു. കൊറേയുടെയും ഏറ്റവും ദാരുണമായ യുവനേതാവ് അൺകാസിന്റെയും മരണം ഒരു വലിയ വംശത്തിന്റെ, അതായത് മൊഹിക്കൻ വംശത്തിന്റെ തന്നെ അവസാനമാണ് അടയാളപ്പെടുത്തുന്നത്. ആ ശവസംസ്കാര ചടങ്ങിലെ ചിങ്കാച്ച്കൂക്കിന്റെ നിശബ്ദമായ ദുഃഖം കാണിക്കുന്ന ഈ ശക്തമായ നിമിഷത്തിൽ നമുക്കൊന്ന് നിൽക്കാം. സ്വന്തം മകന്റെ ചേതനയറ്റ ശരീരത്തിലേക്ക് അവസാനമായി നോക്കുമ്പോൾ ആ പിതാവിന്റെ കാഴ്ചയൊഴികെ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളും മരവിച്ചു പോയതുപോലെയായിരുന്നു. നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്ന വികാരനിർഭരമായ വരികളാണിവ. അപ്പോഴവസാനിപ്പിക്കുന്നതിനു മുൻപ് ചിന്തിപ്പിക്കുന്നൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള ഈ അതിർത്തി യുദ്ധത്തിന്റെ യഥാർത്ഥ വില എന്തായിരുന്നു? മഹത്തായൊരു ജനതയുടെ പതനവും അവസാനത്തെ മോഹിക്കന്റെ ആ വലിയ ഏകാന്തതയും നമ്മോട് എന്താണ് വിളിച്ചു പറയുന്നത്? ഈയൊരു ചിന്ത നിങ്ങൾക്ക് വിട്ടു നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ വിശകലനം നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്. തീർച്ചയായും ഇതിനെക്കുറിച്ച് കൂടുതലറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.